ഒന്നുമില്ലല്ലോ വിളിച്ചിട്ട്. ഒരാവശ്യത്തിന് വിളിക്കാൻ കിട്ടിയല്ലേ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ചേട്ടൻ ഇവിടെയുള്ളതാണോ? അതെ, എവിടെ ഉള്ളതാണ്? ഒരു പൊക്കമുള്ള തടിച്ചിട്ട് ഒരാള്, റിനീഷ് എന്ന് പറഞ്ഞ ഒരാളില്ലേ, പുള്ളിയുടെ വീട്ടിലേക്ക് എങ്ങനെ പോവുക? പുള്ളി വിളിച്ചിട്ട് എടുക്കുന്നില്ല. കുറച്ച് നേരം തടിച്ച് പൊക്കമുള്ളതാണ്, കുറച്ച് ഐറ്റുണ്ടായി. അവരെ എനിക്കറിയാം. അറിയാമോ? എവിടെ വീടെന്ന് പറഞ്ഞു? പുള്ളി കാണുന്ന ഒരു ക്യാഷിന്റെ ഇടപാടാണ്. ഇപ്പൊ അവന് ഇടയ്ക്ക് എന്തൊക്കെ ചുറ്റിക്കളിയുണ്ടെന്ന്. അല്ല, എനിക്ക് കുറച്ച് ക്യാഷ് തരാണ്ടായിരുന്നു, അതാണ്. പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, വല്ലാണ്ടതായി. ഇപ്പൊ അവനെ തിരക്ക് ഇപ്പൊ കുറെ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ് കാര്യം? ഞാൻ എന്റെ ഉദ്ദേശം തന്നെ ക്യാഷ് മേടിക്കാന്നുള്ളത്. അല്ലെങ്കിൽ അവന് ലോകത്തരികണയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അവനെ കണ്ടിട്ട് നിങ്ങൾക്കിപ്പം എന്താണ് അറിയേണ്ടത്? അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കുറച്ച് ക്യാഷ് തരാനുണ്ട്, അത് മേടിച്ച് പോകേണ്ടിട്ടാ. വിളിച്ചിട്ട് എടുക്കാത്തോണ്ട് വരേണ്ടി വന്നു. അല്ലെങ്കിലും അവനെ ഇപ്പൊ വിളിച്ചാലൊന്നും അവനെ കിട്ടത്തില്ല. ഇനിയിപ്പോ കുറെ പേര് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഉടായിപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി അങ്ങനത്തെ ഒരാളായിട്ടല്ലല്ലോ എൻ്റെ അറിവ്. അല്ല, ഇവിടെ അവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അവനെ ഭയങ്കര ഉടായിപ്പായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് അവൻ. ആണോ? അവനിപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? എനിക്ക് ആ ക്യാഷ് കിട്ടണോ? ഞാൻ കുറെ കൊടുത്തിട്ടേ, ഓരോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അറിയാതെ കൊടുത്തും പോയി, അത് കിട്ടാതെ രക്ഷയില്ല, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താ ആളെ കണ്ട് വിലയില്ല? നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാശിന്റെ ഡീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കാണുമ്പോ തന്നെ അറിയാം. നിങ്ങൾക്ക് പറ്റിയൊക്കെ പറയും എവിടെയോ സ്ഥലം, അല്ലെങ്കിൽ പറയാം. കൃഷി കിട്ടാനോട് വന്നതാണ്, ഇങ്ങോട്ട് വരിക. ഈ ഇടയ്ക്ക് അവന് കഞ്ചാവിന്റെ ബിസിനസ് വില ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ മേടിക്കാൻ വന്നാൽ മതി. അല്ല, ഈ ക്യാഷ് കിട്ടാൻ്റെ സത്യം കിട്ടു. ഞാൻ ഇതിനോട് നിന്നെ കാണുമ്പോ അറിയാലോ. നിങ്ങൾ ഒരാളെ കണ്ടിട്ട് അങ്ങനെ വിലയിരുത്തി എന്താ ചെയ്യാ? നമ്മൾ അറിഞ്ഞോടൊക്കെ നാട്ടിൽ വന്ന് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറുന്നത്? നിന്നെ കാണുമ്പോ തന്നെ അറിയാം. നീ അതിന് വഴി പറഞ്ഞെന്ന് ഞാനങ്ങ് പോകും. നീ അവിടെ നില്ലേ? നിന്നെ കാണുമ്പോ അറിയാം നീ കഞ്ചാവിന്റെ ആളാണല്ലോ. നീ അല്ലല്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. കഞ്ചാവ് ഇല്ലെങ്കിൽ നീക്ക് അവനെ കാണാൻ നീ ഇപ്പൊ വരുന്ന കാര്യം ചെയ്യും. ഞാൻ ഈ ക്യാഷിന്റെ കാര്യമായിട്ട് അതായിട്ട് വന്നതാ, അല്ല ഞാൻ വരില്ല. നീ പാവം വരട്ടെ. ഞാൻ ചോദിച്ചു പോയിക്കോളാം. ഞാൻ അവിടെ നിൽക്കടാ. നിന്നോട് ഞാൻ ചൂടായത് എനിക്കൊരു അനിയനുണ്ടാ, അതുകൊണ്ടാ. എടാ, ഇതൊന്നും ശരിയല്ലടാ. എടാ, ഈ കഞ്ചാവും മയക്കുമരുന്നും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കൂടാ. അത് നിനക്കും ഉണ്ടല്ലോ ഒരു കുടുംബം. ആ അവസ്ഥ നീയൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെ വല്ലതും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതം തന്നെ പോടാ കയ്യിൽ നിന്ന്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നിന്റെ ഒരു അനിയനെ പോലെ കണ്ടാ ഞാൻ നിന്നോട് പറയുന്നു, മനസ്സിലായോ? ചേട്ടാ, ഞാൻ കളവ് പറഞ്ഞ എനിക്ക് പൈസ ഒന്നും തരാനില്ല. സത്യത്തിൽ എനിക്കിത് സ്ഥിരം ഉപയോഗിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോൾ കൈയും കാലൊക്കെ വരയ്ക്കുക. അതുകൊണ്ട് ഞാനെന്താ ചെയ്യാ? പെട്ടുപോയി. ഒരു ദിവസത്തെ ബുദ്ധി നോക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ വലിക്കാൻ തന്നത്. പക്ഷെ ഞാനതിൽ പെട്ടു. ഇപ്പൊ പണിക്ക് പോകാൻ തോന്നില്ല, ഒരാളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. സോറി, ഞാനിങ്ങോട്ട് തരുന്നതായിരുന്നു. നീ കരയണ്ടടാ മോനെ. എടാ, ഇതെല്ലാം ശരിയാവും. നീ ഇതിൽ നിന്ന് എല്ലാം വിട്ട് നീ നല്ലവനായിട്ട് വാ. ഇതേപോലെ തന്നെ നീ നല്ലവനായിട്ട് വാ. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ പോരാടാടാ. ഞാനുണ്ടടാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാടാ. കരയാതെ. നീ കരയരുത്, പറഞ്ഞ കേട്ടോ? നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഇതേപോലെ തന്നെ നല്ലവരാക്കി മാറ്റാൻ പറ്റും, മനസ്സിലായോ? കരയാതെ കേട്ടോ? ചേട്ടനെ ഇവിടെ കണ്ടത് ദൈവമായിട്ടാ ചേട്ടനെ ഇവിടെ കാണിച്ചത്. കാരണം ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ പിന്നാലെ തന്നെ പോയത്. കാരണം അത്രയും മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ കുടുംബവും നശിച്ചു. ഇനി ഒരു കുടുംബവും നശിക്കാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. പെട്ടെന്നൊന്നും നിർത്താൻ പറ്റില്ലെങ്കിലും ഈ കൈയും കാലും പറിക്കുന്നുണ്ടെങ്കിലും അത് പതിയെ ഞാൻ അവസാനിപ്പിക്കും. ഇത് ഉറപ്പാണ്, എൻ്റെ വാക്കാണ്. പക്ഷെ ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം. ശരിയാ.
ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. തൂഫാനില് നമുക്ക് ഒരുമിച്ച് പോരാടാം. അതെ, തൂഫാന്റെ ഭാഗമാകാം. ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് രക്ഷപ്പെട്ടു ഈ വിപത്തിൽ നിന്ന്. ഞാൻ ഉണ്ടാവും ഒപ്പം. ഓക്കെ, അത് മതി. ലഹരിമുക്ത കേരളമാവാൻ നമ്മൾ എല്ലാവരും കേരള സർക്കാരിൻ്റെ തൂഫാൻ പദ്ധതിയുമായി അണിചേരുക.